ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഇങ്ങോട്ട് വേവിച്ചെടുക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് റെഡി ആവട്ടെ. അപ്പൊ അവിടെ കോളിഫ്ലവർ ഒക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ കോളിഫ്ലവർ വല്ലാതെ വേവാണ്ട, അതിന് മുന്നേ തന്നെ നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ അവിടെ കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിലേക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ നമ്മൾ സവാളേനൊക്കെ തൊലി കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കി എടുക്കാം. ഇനി ഇവിടെ ഇഞ്ചിക്കുട്ടനെയും കൂടി അങ്ങോട്ട് നന്നായി തൊലി കളഞ്ഞ് റെഡി ആക്കി എടുക്കാം. ഇനി ഇവിടെ വെളുത്തുള്ളിനെയും കൂടി അങ്ങോട്ട് റെഡി ആക്കി എടുത്തതിന് ശേഷം ഇവന്മാരങ്ങോട്ട് നന്നായി കഴുകി എടുക്കാം. നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ സവാള കൂട്ടനെ അരിഞ്ഞ് റെഡി ആക്കി എടുക്കാം. അപ്പൊ ഇതുപോലെ അങ്ങനെ സ്ക്വയർ ആക്കിയിട്ടാട്ട് മുറിക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ ഇഞ്ചിക്കുട്ടനെയും കൂടി അങ്ങോട്ട് ഗ്രേറ്റിൽ നന്നായി അങ്ങോട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം.